എല്ലാ കൊല്ലം ഓണത്തിന് വിചാരിക്കാറുണ്ട് ഓണത്തിന്റെ തലേ ദിവസമുള്ള ഡ്രസ്സ് എടുപ്പ് മാറ്റണം, ഇപ്രാവശ്യമെങ്കിലും നേരത്തെ എടുക്കണമെന്ന്. അങ്ങനെ പറഞ്ഞു പിടിച്ച് ഇപ്രാവശ്യം തലേസ് തന്നെ. ഇത് പതിവാലോ എന്തെങ്കിലും ഒരു പരിപാടി കണ്ടിട്ട് വെച്ചെങ്കിൽ വേഗം പൊന്തില്ല മൂത്തക്കൂരി നിറച്ച് കൂരി പൊന്തിക്കട്ടെ. അപ്പൊ ഞാനത് എണ്ണയും കൊണ്ട് നടക്കാം. എന്തായാലും നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾ പട്ടാമ്പിക്കട്ട ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് കയറിയത് മാക്സിലാട്ടോക്ക്. വേഗം തന്നെ ചെന്നപ്പോൾ ഒരു ഡ്രസ്സ് കിട്ടിയിട്ട് അത് എടുത്ത് ഞാൻ കൈ പിടിച്ചു. പിന്നെ നവ്യക്ക് ഓരോ ഡ്രസ്സ് എടുക്കും, ഓൾക്ക് ഫുള്ള് കൺഫ്യൂഷൻ. അങ്ങനെ കുറെ നട്ടോക്കി മറച്ചോക്കി അങ്ങനെ കിട്ടി. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് വേറെ ഡ്രസ്സ് എടുത്തു 3 പേർക്കും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അടുത്ത് കടയ്ക്കാട്ടുള്ള പോക്കാട്ടോ. പിന്നെ അങ്ങനെ പോണയുടെ ഇടയ്ക്കാണ് അച്ഛമ്മക്ക് സെറ്റ് മുണ്ട് എടുക്കണം എന്ന് ഓർമ്മ. അപ്പൊ ആ പോണ വഴിക്ക് തന്നെ അവിടെ ഒരു ചേച്ചി ഒരു ചേട്ടനും അവര് തമിഴ്നാട്ടിൽ കൈത്തറി ആയിട്ട് ഉണ്ടാക്കിയ ഡ്രസ്സാണ് അത്ര. പിന്നെ ഞങ്ങള് പോയത് ഇമ്മാനുവലിക്കാട്ടോ. അങ്ങനെ അവിടുന്ന് സാരിയോളും ഷർട്ടോളൊക്കെ എടുത്തിട്ടോ. പിന്നെ അവിടെ അപ്പയ്ക്ക് അത്യാവശ്യം നേരം ആയിരിക്കണം, ഭയങ്കര ക്ഷീണമായിട്ടോ. പിന്നെ നമുക്ക് അവിടെ കൂപ്പണൊക്കെ കിട്ടിയായിരുന്നു. അതൊക്കെ എഴുതിയിട്ട് TV കിട്ടണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എഴുതി അങ്ങോട്ട് ഇട്ടു. ഞങ്ങൾ പിന്നെ പോയത് ഫാൻസിക്ക് കേട്ടോ. അവിടെ ഞങ്ങളുടെ ടൈം മൊത്തം പോയത് ഞങ്ങൾ ലേഡീസ് ബ്യൂട്ടി എന്നുള്ള ഫാൻസിക്ക് പോയി. നല്ല നല്ല കളക്ഷൻ ഉണ്ട്. പൊതുവെ ഇതുപോലത്തെ ഇയറിംഗ്സിനൊക്കെ ഭയങ്കര റേറ്റിലുണ്ടാവും. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇവിടെ റേറ്റ് കുറവാട്ടോ. ഞാൻ ഈ ഒരു കമ്മലാണ് എടുത്തേ. ഫാൻസിന്ന് ഇറങ്ങിയത് നല്ലൊരു മഴ കിട്ടിയിട്ടാ. പക്ഷെ നല്ല നേരം വൈകി ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി മുട്ടയും പൊറോട്ടയും കഴിച്ചിട്ടോ. പിന്നെ ബസ് കയറി ഒന്നും തിരക്കൊണ്ട് നമ്മൾ ബ്യൂട്ടി പാർലറിലേക്കാണ് പോണത്. എന്നിട്ട് ബ്യൂട്ടി പാർലർ പോയി ത്രെഡിന് ഞങ്ങൾ പിന്നെ പോണത് വീട്ടിലേക്ക്. അപ്പയ്ക്കും ഒരു 7:30 8 മണി ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഓണം പർച്ചേസ് ഗൈസ്.